സംസ്ഥാനത്ത് ഇപ്പോഴും മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന നടക്കുന്നില്ല. ഇന്ത്യ ഡ്രഗ് റെഗുലേറ്റർ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, വിറ്റമിൻ, പാരസെറ്റമോൾ മരുന്നുകൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന 50ഓളം മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരുന്നു. ഇത്തരം മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യുന്നു എന്നത്. മരുന്നുകളുടെ വിതരണത്തിന് മുൻപ് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരടക്കം പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലബോറട്ടറി പരിശോധനയിലൂടെ മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ 3 മുതൽ 20 ദിവസം വരെ സമയം വേണമെന്നതിനാൽ എല്ലാ മരുന്നുകളും പരിശോധിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് വകുപ്പിന്റെ നിലപാട്. അതിനാൽ റാൻഡം സാമ്പിളിംഗ് മാത്രമാണ് എപ്പോഴും നടത്തുന്നത്. ഇന്ത്യ ഡ്രഗ് റെഗുലേറ്റർ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, വൈറ്റമിൻ മരുന്നുകൾ ഉൾപ്പെടെ 50ഓളം മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരുന്നു. പാരസെറ്റാമോൾ 500 വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന മരുന്നാണ്. ഇതും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു. വിപണിയിൽ ഒരു സമയം 2.5 ലക്ഷത്തോളം ബാച്ച് മരുന്നുകളാണ് ലഭ്യമാകുന്നത്. കൃത്യമായ പരിശോധന നടത്താത്ത ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലം രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധശേഷി നേടുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തിവെച്ച് പരിശോധന നടത്തുന്നത്. പലതവണ ഈ പ്രശ്നം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ജനം, തിരുവനന്തപുരം.